നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഡൽഹി ചെങ്കോട്ട സ്ഫോടനം ADG വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ NIA-യുടെ 10-അംഗ സംഘം അന്വേഷിക്കും. പൊട്ടിത്തെറിച്ചത് നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബെന്നും അൻസാർ ഗസ്വന്ത് ഉൽ ഹിന്ദ് സംഘടനയ്ക്കും പങ്കെന്നും NIA. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ പാർക്ക് ചെയ്തിരുന്നത് അൽ ഫലഗ് സർവകലാശാലയ്ക്കുള്ളിൽ. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായി സർവകലാശാലയ്ക്ക് ബന്ധമില്ലെന്ന് VC ഭൂപീന്ദർ കൗർ ആനന്ദ്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ സർവകലാശാല പ്രതിജ്ഞാബദ്ധമെന്ന് വിശദീകരണക്കുറിപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. വാസു സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാർ പ്രസിഡന്റായ ബോർഡിന്റെ അറിവോടെ. സാവകാശം തേടിയ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകാൻ SIT. റിമാൻഡിലുള്ള വാസുവിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ശബരിമല കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തേക്കും. നടപടി ഹൈക്കോടതി നിർദ്ദേശാനുസരണം. ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് സൗകര്യം ഒരുക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ശുചിമുറികളുടെ എണ്ണം കൂട്ടാനും വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശം. രാസവസ്തു അടങ്ങിയതല്ലെന്ന് തെളിയിച്ചാൽ കുങ്കുമ വിൽപ്പനയുടെ നിരോധനം പിൻവലിക്കാമെന്നും കോടതി. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം. ദളിത് ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ആവശ്യം. ഡീനെ അനുകൂലിച്ച BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും SFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോട് ഫ്രഷ് കട്ട് പ്ലാന്റിനെതിരായി സമരം ചെയ്യുന്ന ജനകീയ സമരസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി പോലീസ്. സംഘർഷങ്ങളിൽ നിരോധിത സംഘടനകളുടെ പങ്കുണ്ടോ എന്ന് സംശയമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. തീവയ്പടക്കമുള്ള അക്രമങ്ങൾ ബോധപൂർവമെന്നും സമരസമിതി ചെയർമാൻ ക്രിമിനലെന്നും സത്യവാങ്മൂലം. പ്ലാന്റ് പൂർണ്ണമായും അടച്ചില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി ജനകീയ സമരസമിതി. ബീഹാറിൽ NDA സഖ്യം അധികാരം നിലനിർത്തുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി മഹാസഖ്യം. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതെന്ന് മഹാസഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും വികസന നേട്ടങ്ങളുടെ വിജയമെന്ന് NDA. ഡൽഹി ചെങ്കോട്ട സ്ഫോടനം ADG വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ 10-അംഗ സംഘം അന്വേഷിക്കും. പൊട്ടിത്തെറിച്ചത് നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബെന്നും അൻസാർ ഗസ്വന്ത് ഉൽ ഹിന്ദ് സംഘടനയ്ക്കും പങ്കെന്നും NIA-യുടെ വെളിപ്പെടുത്തൽ. സ്ഫോടനത്തിൽ ഉപയോഗിച്ച കാർ പാർക്ക് ചെയ്തിരുന്നത് അൽ ഫലഗ് സർവകലാശാലയ്ക്കുള്ളിലാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായി സർവകലാശാലയ്ക്ക് ബന്ധമില്ല എന്ന് VC ഭൂപീന്ദർ കൗർ ആനന്ദ് വ്യക്തമാക്കി. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ സർവകലാശാല പ്രതിജ്ഞാബദ്ധമെന്നും വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പ്രശാന്ത്, 2 വിഷയങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്നതിലൂടെ ഇപ്പോൾ ഈ സർവകലാശാലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപക്ഷേ NIA-ക്ക് സംശയമുണ്ടായിരിക്കാം. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ പോലും ആ സമയത്ത് പോലും NIA സംഘം സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. അൽ ഫലഗ് സർവകലാശാലയ്ക്ക് എന്താണ് പറയാനുള്ളത്? അന്വേഷണ സംഘത്തിൻ്റെ വിശദീകരണം ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? രാജേഷ്, അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അൽ ഫലാഹ് ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഹരിയാനയിലെ ഈ സർവകലാശാല കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പൂർണ്ണമായ ആസൂത്രണം നടന്നത് എന്ന് തന്നെയാണ് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ 11 ദിവസത്തോളം ഈ യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ ഈ കോമ്പൗണ്ടിന് ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് സർവകലാശാല വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും പക്ഷേ അന്വേഷണ സംഘം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫരീദാബാദ് പോലീസ് തന്നെയാണ് പറയുന്നത് ഈ കാർ 29-ാം തീയതി വാങ്ങിയ ശേഷം ഈ ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഈ സ്ഫോടനം നടക്കുന്ന സമയം വരെ, അതിന് മുൻപത്തെ ദിവസം വരെ ഈ കാർ ഈ പാർക്കിങ്ങിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഫരീദാബാദ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ ഷഹീൻ ഷെയ്ദ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് തന്നെ പറയപ്പെടുന്നത്. ആ ഡോക്ടർ ഈ
ഈ സർവകലാശാലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അതിന് മുൻപേ പിടിക്കപ്പെട്ടവരും ഈ സർവകലാശാലയുമായി ബന്ധമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്നവരോ അല്ലെങ്കിൽ പഠിച്ചിരുന്നവരൊക്കെ തന്നെ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ സർവകലാശാലയുടെ വിശദീകരണം എന്ന് പറയുന്നത് ഇവരിവിടെ ഔദ്യോഗികമായി ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ അതുകൊണ്ട് ഈ സർവകലാശാലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ബന്ധമില്ല, ഇതിൽ സർവകലാശാല തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സർവകലാശാല വ്യക്തമാക്കുന്നത്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. മാത്രമല്ല, ഒരു രാസവസ്തുക്കളോ സ്ഫോടക വസ്തുക്കളോ സർവകലാശാല ക്യാമ്പസിൽ സൂക്ഷിക്കുകയോ അത് പിടിച്ചെടുക്കുകയോ ക്യാമ്പസിനുള്ളിൽ നിന്ന് പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അതുപോലെ സുരക്ഷയും ഉറപ്പാക്കാൻ വേണ്ടി പൂർണ്ണമായും സർവകലാശാല സജ്ജമാണ്. അത്രയധികം പാരമ്പര്യമുള്ള സർവകലാശാലയാണ് ഇത്. ഇത്തരമൊരു സംഭവം ആദ്യം തന്നെയാണ്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും സർവകലാശാല ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടില്ല. ഈ സംഭവത്തിന് പിന്നിൽ സർവകലാശാലയ്ക്ക് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് സർവകലാശാല VC തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജേഷ്, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നഗരത്തിലെ തിരക്കേറിയ റോഡിലൂടെ പതിയെ കാർ നീങ്ങുന്നതും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതുമാണ് ദൃശ്യത്തിലുള്ളത്. സംഭവത്തിന്റെ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് സമീപമുള്ള തിരക്കേറിയ റോഡിലൂടെ വാഹനങ്ങൾ പതിയെ നീങ്ങുന്നതും പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകുന്നതും തീഗോളം ഉയരുന്നതും വീഡിയോയിലുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. N. വാസു സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാർ പ്രസിഡന്റായ ബോർഡിന്റെ അറിവോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതേസമയം ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകാൻ പത്മകുമാറിന് SIT വീണ്ടും നോട്ടീസ് നൽകി. ബന്ധുവിൻ്റെ മരണകാരണം ചൂണ്ടിക്കാട്ടിയാണ് പത്മകുമാർ സാവകാശം ചോദിച്ചതെങ്കിലും അടിയന്തരമായി ഹാജരാകാനാണ് നിർദ്ദേശം. അതിനിടെ ശബരിമല കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തേക്കും. ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അനുസരണത്തിലാണ് നടപടി. വിവരങ്ങളുമായി അൻഫ്ലിറ്റ് സൂസ ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ്, പ്രധാന വിഷയം ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഭരണതലത്തിലേക്ക് മാറിയിരിക്കുന്നു അന്വേഷണം. ഇവരൊക്കെ പ്രതിയായേക്കും. അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എന്തായാലും പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടി വരും, ഹാജരാകേണ്ടിയും വരും. ഉറപ്പായും രാജേഷ്, പത്മകുമാറിന് കൂടുതൽ കുരുക്ക് മുറുകയാണ്. കാരണം അത്രയേറെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് N. വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. 2019 മാർച്ച് മാസം ഗൂഢാലോചന നടന്നിരിക്കുന്നു. ഈ ഗൂഢാലോചനയുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് N. വാസു തന്നെയാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഈ ചെമ്പ് പാളികൾ, സ്വർണം പൂശിയ ചെമ്പ് പാളികളിലെ ചെമ്പാക്കി എന്ന്, സ്വർണം പൂശിയിട്ടില്ല അതിൽ ചെമ്പ് മാത്രമാണ് എന്ന രീതിയിൽ അത് രേഖകൾ ഉണ്ടാക്കി വരുത്തി തീർത്തതും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തേക്കാനുള്ള എല്ലാ ഒത്താശയും, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവർച്ച ചെയ്യുന്നതിനുള്ള എല്ലാ ഒത്താശയും സഹായവും ചെയ്തു കൊടുത്തത് കമ്മീഷണറായിരുന്ന N. വാസുവാണ്. N. വാസുവിന് കൃത്യമായി അദ്ദേഹം ദീർഘകാലം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിരുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ അമൂല്യമായ വിലപിടിപ്പുള്ള വസ്തുക്കളാണ് അവിടെയുള്ളത്, അതിൽ എത്ര ഗ്രാം കണക്കിന് സ്വർണ്ണമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അറിയാവുന്നൊരു വ്യക്തിയാണ് N. വാസു. അങ്ങനെ കൃത്യമായി അറിയാമായിരുന്നിട്ടും എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതി നൽകിയത്, അതായത് മുരാരി ബാബു എഴുതിയത് ചെമ്പ് പൂശിയ സ്വർണ്ണമെന്നാണ്. അതിൽ സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്നാണ്. അതിൽ സ്വർണം പൂശിയ എന്ന വാക്ക് ബോധപൂർവ്വം എടുത്തു കളയുകയും ചെമ്പ് പാളികളെന്ന് മാത്രം എഴുതി അന്തിമ റിപ്പോർട്ട് നൽകുകയും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുകയും ചെയ്തു. ഇങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് N. വാസുവാണ് എന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ അത് അവിടെ തീരുന്നില്ല. N. വാസുവിൽ മാത്രം അവസാനിക്കുന്നില്ല. അതിൽ അന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് കൃത്യമായി അറിയാമായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. ആ ദേവസ്വം ബോർഡിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ നീക്കങ്ങളൊക്കെ നടന്നത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പത്മകുമാർ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് കുരുക്ക് മുറുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പത്മകുമാറിന് രണ്ടാമതും SIT നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ രണ്ടാമത് നൽകിയ നോട്ടീസിലും അദ്ദേഹം ചില അസൗകര്യങ്ങൾ പറഞ്ഞ അതിൽ നിന്ന് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ കഴിയില്ല, സാവകാശം തേടി അതൊന്നും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. പക്ഷേ അന്വേഷണ സംഘം ഈ ഒരു അവസരത്തിൽ കൃത്യമായി തന്നെ അടിയന്തരമായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാൻ ഹാജരാകുമെന്നാണ് അറിയേണ്ടത്. മറ്റൊരു പ്രധാന ഒരു വിഷയമെന്ന് പറയുന്നത് ഈ പത്മകുമാറിന് ഉറപ്പായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിനടുത്തേക്ക് ആ സമയം ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. അദ്ദേഹത്തെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകാനുള്ള സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ദേവസ്വം ബോർഡ് കുരുക്കുമുറുകയാണ്. അനിൽഫിൽട്ടാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ഇതോടെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ദേവസ്വം മന്ത്രി VN വാസവനുമായി കൂടിക്കാഴ്ച നടത്തി. N വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്റെ ബോർഡിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് പ്രശാന്ത് മന്ത്രിയെ അറിയിച്ചു എന്നാണ് സൂചന. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങളുടെ റിപ്പോർട്ടും കൈമാറി. ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് സൗകര്യം ഒരുക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ശുചിമുറികളുടെ എണ്ണം കൂട്ടാനും വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശമുണ്ട്. രാസവസ്തു അടങ്ങിയതല്ലെന്ന് തെളിയിച്ചാൽ കുങ്കുമം വിൽപ്പനയുടെ നിരോധനം പിൻവലിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഒരു മണ്ഡലകാലം കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് കോടതി നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്? രാജേഷ്, ശബരിമലയിലെ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷയും ഭക്തർക്ക് സംരക്ഷണവും ഒരുക്കണം എന്നതാണ് ഹൈക്കോടതി പ്രധാനമായി ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഉത്തരവായി തന്നെ ഇറക്കുമെന്നും ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ശുചിമുറികളുടെ എണ്ണം കൂടണം എന്നുള്ളതാണ് കോടതി ആവശ്യപ്പെട്ടുള്ളത്. 58-60 ലക്ഷത്തോളം ആളുകൾ വരുന്ന സ്ഥലത്ത് വെറും 1000 ശുചിമുറികൾ കൊണ്ട് എത്താവാനാണെന്നാണ് കോടതി ചോദിച്ചത്. ഈ കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. മറ്റൊന്ന്, വെർച്വൽ സംവിധാനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കണം. ഇതിൽ ഭക്തർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വെർച്വൽ ക്യൂവും അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഇതിൽ ശബരിമലയിൽ വരുന്നതും തീർത്ഥാടനത്തിന് എത്തുന്നവർ തിരിച്ചു പോകുന്നതുമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. ഇത് കൂടുതൽ വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിൽ രാസവസ്തു ഇല്ലാത്ത കുങ്കുമമാണ് വിൽക്കുന്നതെന്ന് തെളിഞ്ഞാൽ കുങ്കുമത്തിന്റെ നിരോധനം പിൻവലിക്കാമെന്ന് മറ്റൊരു ഹർജി ഹൈക്കോടതി പറഞ്ഞു. കുങ്കുമ വിൽപ്പനയുടെ നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്ന ഹർജിയിലാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിൽ ഇത്തരത്തിലുള്ള മാരകമായ രാസവസ്തുക്കളുള്ള കുങ്കുമം നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ ശരീരത്തിൽ പെടുമോ എന്ന് വരെ കോടതി ചോദിച്ചു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്കും ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഭക്തരുടെ ആരോഗ്യവും എല്ലാം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വിശദമായ ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുമെന്നാണ് ദേവസ്വം അറിയിച്ചത്. അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം. ദളിത് ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണമെന്ന ആവശ്യം. ഡീനെ അനുകൂലിച്ച BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നു. SFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുന്നുണ്ട്. ആതിര, നേരത്തെ തന്നെ ഇവർ തമ്മിലുള്ള ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും വാക്കുതർക്കമുണ്ടായിരുന്നു. അതിനെ പിന്തുണച്ച് SFI വരുന്നു. SFIയെ പോലീസ് തടയുന്നു. സംഘർഷമുണ്ടാകുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഏതെങ്കിലും സാഹചര്യത്തിൽ സെനറ്റ് യോഗം ചേരാൻ സാധ്യതയുണ്ടോ? രാജേഷ്, ഇന്ന് രാവിലെ 8:30 കൂടിയാണ് ഈ സെനറ്റ് യോഗം ചേരുന്നത്. ഏകദേശം 17ഓളം അജണ്ടകളുണ്ടായിരുന്നു. ഈ അജണ്ടകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സെനറ്റ് യോഗം ചേരുന്നത്. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ജാതി അധിക്ഷേപം നടത്തിയ കാര്യവട്ടം ക്യാമ്പസിലെ ഡീനായിട്ടുള്ള വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. ആ പ്രതിഷേധം പിന്നീട് മണിക്കൂറുകളോളം നീണ്ടുനിന്നു. അത് SFI ഏറ്റെടുക്കുന്നു. അതിനുശേഷം BJP പ്രവർത്തകർ ഇത്തരത്തിൽ ജാതി പരാമർശം നടത്തിയെന്ന പേരിൽ SFIയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടക്കുന്നു. ഇത്രയും പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്തും ഈ 17ഓളം അജണ്ടകൾ പാസ്സാക്കിയതായി അറിയിച്ചുകൊണ്ടാണ് VC മോഹനൻ കുന്നുമേൽ ഈ സെനറ്റ് യോഗം വിട്ട് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 17ഓളം അജണ്ടകൾ നിലവിൽ പാസ്സാക്കിയ ഒരു സ്ഥിതിയാണ്. ഏതായാലും സിൻഡിക്കേറ്റ് പാസ്സാക്കിയ അജണ്ടകളാണ് സെനറ്റിലേക്ക് വരുന്നത്. സെനറ്റ് യോഗത്തിൽ VC ഏതായാലും ഈ 17 അജണ്ടകളും പാസ്സാക്കി എന്നുള്ള വിഷയമാണ്. പക്ഷേ അപ്പോഴും ഈ ഇടതുപക്ഷ അംഗങ്ങൾ ഇത്തരത്തിൽ ഈ വിജയകുമാരിയെ പുറത്താക്കണമെന്നും ഈ VC മോഹനൻ കുന്നുമേൽ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇവിടെ ഏതായാലും നടത്തിയത്. അല്പസമയത്തിനകം വിജയകുമാരിയും അതുപോലെ തന്നെ VCയും നിലവിൽ ഈ സർവകലാശാല ആസ്ഥാനത്തുണ്ട്. അല്പസമയത്തിനകം അവർ പുറത്തേക്ക് ഇറങ്ങും. ഈ VCയെ തടയും എന്നൊരു നിലപാടാണ് നിലവിൽ SFIക്കുള്ളത്. വിജയകുമാരിയും ഈ ഇതിനകത്തുണ്ട്. അല്പസമയത്തിന് ശേഷം അവരും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പ്രതികരണം ലഭിക്കുമെന്നാണ് നമ്മൾ ഏതായാലും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ 17 അജണ്ടകളും പാസ്സാക്കിയതായി അറിയിച്ചുകൊണ്ട് VC യോഗം പിരിച്ചുവിട്ട യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതായാണ് വിവരം. ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സമരസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി പോലീസ്. സമരസമിതി ചെയർമാൻ ക്രിമിനലാണെന്നും കുട്ടികളെ മറയാക്കി സമരം നടത്താൻ ആസൂത്രണം നടത്തിയെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചു. ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ചെയർമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സമരസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. സമരത്തിൽ ഫാക്ടറി ഉടമകളുടെ ആളുകൾ നുഴഞ്ഞു കയറി
ഉണ്ടായിട്ടില്ല. പോലീസ് ലാത്തിച്ചാർജ് നടത്തിയില്ല. സമരക്കാർ തന്നെയാണ് ആക്രമണം നടത്തിയതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം സമരം കഴിപ്പിക്കാനാണ് സമരസമിതിയുടെ നീക്കം. കേരള സർവകലാശാല ആസ്ഥാനത്ത് വീണ്ടും പ്രതിഷേധം ശക്തമാകുന്നു. VC-യെ തടഞ്ഞ് പ്രവർത്തകർ, വണ്ടിയെടുക്കാൻ അനുവദിക്കാതെ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. പോലീസുമായി കയ്യേറ്റമുണ്ടാകുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. VC പോകാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ രംഗത്ത് വരുന്നു. പോലീസുമായി കയ്യേറ്റമുണ്ടാകുന്നു. പ്രവർത്തകരെ മാറ്റാൻ പോലീസ് ശ്രമിക്കുകയാണ്. അതിന് കൂട്ടാക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രവർത്തകർ. മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്നു. VC-യുടെ കാറ് മാറ്റാൻ അനുവദിക്കുന്നില്ല. ആതിര ചേരുന്നുണ്ട്. ആതിര, നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. VC-യെ തടഞ്ഞിരിക്കുകയാണ് പ്രവർത്തകർ. രാജേഷ്, VC-യെ തടഞ്ഞിരിക്കുകയാണ്. VC മോഹനൻ കുന്നുമലിനെ കാറിൽ നിന്നും ഇവിടെ VC-യുടെ വാഹനം ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. SI പ്രവർത്തകർ ഈ വാഹനം വളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പോലീസും എത്രയൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും ശക്തമായി വണ്ടി പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് SFI പ്രവർത്തകർ ഉള്ളത്. പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലൊരു സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വണ്ടി പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ VC-യെ തടയുമെന്ന് പ്രവർത്തകർ അറിയിച്ചിരുന്നതാണ്. VC ഇപ്പോൾ ഇവിടെ നിന്നും ഒരു അടി പോലും അനങ്ങാൻ സാധിക്കാത്ത നിലയിൽ വണ്ടിയിൽ തന്നെയാണുള്ളത്. പോലീസ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും പ്രവർത്തകർ തിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ VC-യെ പോകാൻ അനുവദിക്കാനോ തയ്യാറാകാത്തൊരു സ്ഥിതിയാണ്. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വാഹനത്തിന് മുന്നിൽ നിന്നും പ്രവർത്തകർ മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കിടന്നു എന്ന ഒരു പ്രതിഷേധമാണ്. പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഇത് സംഘർഷത്തിലേക്ക് മാറുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു കാര്യം. നേരത്തെ അറിയിച്ചിരുന്നത് പോലെ തന്നെ ശക്തമായ രീതിയിൽ VC-യെ തടയുന്ന ഒരു കാഴ്ച ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നതെങ്കിലും മുദ്രാവാക്യം വിളികളുമായി ഈ RSS അജണ്ട ഇത്തരത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് SFI പ്രവർത്തകരുള്ളത്. ഈ വണ്ടിയുടെ മുന്നിൽ നിന്നും മാറാൻ കൂട്ടാക്കാതെയാണ് പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ VC ഇവിടെ നിന്നും പോകാൻ ഒരു അടി പോലും അനക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് SFI പ്രവർത്തകരുള്ളത്. അത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികളുമായാണ് ഇപ്പോൾ ഈ കേരള സർവകലാശാല അതിരെയാണ് വിശദാംശങ്ങൾ നൽകിയത്. VC-യെ തടഞ്ഞിരിക്കുകയാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത്. വണ്ടിയെടുക്കാൻ അനുവദിക്കാതെ പ്രവർത്തകർ മുന്നിൽ നിൽക്കുന്നു. പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയാണ്. മറ്റു വാർത്തയിലേക്ക്. മലപ്പുറത്ത് മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തു. എടപ്പാളിനടുത്ത് മണലൂരിലാണ് സംഭവം. മാണൂർ പറക്കുന്ന് പുതുക്കൊടി അനിതകുമാരി എന്ന 55-കാരിയാണ് മകൾ അഞ്ജനയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത്. അഞ്ജനയെ വീടിന് പുറത്ത് വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മുന്നണിയിൽ JDS-നുള്ള പരിഗണന RJDക്കില്ല എന്നുള്ളത് വാസ്തവമാണെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേംസ് കുമാർ. കോഴിക്കോട് കോർപ്പറേഷനിൽ RJD കൂടുതൽ സീറ്റ് ചോദിച്ചത് സ്വാഭാവികമാണ്. ചർച്ചകൾ നടക്കുകയാണെന്നും ശ്രേംസ് കുമാർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 26 പേരാണ് ആദ്യ പട്ടികയിലുള്ളത്. കാലാവധി കഴിഞ്ഞ നഗരസഭാ കൗൺസിലിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, BJP മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചളിയിൽ, മഹിളാ മോർച്ച നേതാവും കൗൺസിലറുമായ രശ്മി ബാബു ഉൾപ്പെടെയുള്ളവർ ആദ്യ പട്ടികയിലുണ്ട്. ഇതിൽ 8 പേർ നിലവിലുള്ള കൗൺസിലർമാരാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. കേരള കോൺഗ്രസ് M10, CPM 9, CPI 4 എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം. ഒരു സീറ്റിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വത്തോട് CPM നിർദ്ദേശിച്ചിട്ടുണ്ട്. വാകത്താനം സീറ്റ് വച്ചുമാറാൻ ആലോചിച്ചുവെങ്കിലും CPI തയ്യാറാകാതെ വന്നതോടെ അയർക്കുന്നത്താകും പൊതു സ്വതന്ത്രന് സാധ്യത. ഇന്ന് അന്തിമ ചർച്ച നടക്കും. UDF-ൽ കോൺഗ്രസ് 15, കേരള കോൺഗ്രസ് ജോസഫ് 8 എന്ന നിലയിലാണ് സീറ്റ് വിഭജനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനിൽ മുഴുവൻ ഡിവിഷനുകളിലും NDA മത്സരിക്കുമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി അറിയിച്ചു. 42 ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രാജ്യത്തെ അർബൻ ഭീകരത സൃഷ്ടിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും
സലഫിയുടെയും പിന്തുണയോടെയാണെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഈ സംഘടനകളെ നിരോധിച്ചാൽ മാത്രമേ അർബൻ ഭീകരത അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇടുക്കി മൂലമറ്റം പവർ ഹൗസ് അടച്ചു. 1 മാസത്തേക്കാണ് പ്രവർത്തനം നിർത്തിയത്. അതേസമയം സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാണ് KECBയുടെ വിശദീകരണം. ഇന്നലെ നടന്ന മന്ത്രിതല യോഗത്തിലാണ് പവർ ഹൗസ് അടയ്ക്കാൻ തീരുമാനമായത്. പുലർച്ചെ 4 മണിയോടെ വൈദ്യുതി നിലയത്തിൻ്റെ 6 ജനറേറ്ററുകളുടെയും പ്രവർത്തനം നിർത്തി. തുടർന്ന് കുളമാവിലെ ഇൻടേക്ക് വാൽവിൻ്റെ ഷട്ടർ അടച്ചു. പുലർച്ചെ ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് പെൻസ്റ്റോക്കിലെ വെള്ളം ഒഴുക്കിക്കളയുന്നതിനുള്ള നടപടി തുടങ്ങി. എറണാകുളം തമ്മനത്ത് തകർന്ന ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വീണ്ടും ആരംഭിച്ചു. അതേസമയം താൽക്കാലിക സംവിധാനത്തിന് പകരം പുതിയ ടാങ്ക് നിർമ്മിച്ചാൽ മാത്രമേ കുടിവെള്ള പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയൂ. തകർന്ന വാട്ടർ ടാങ്കിന് സമീപമുള്ള മറ്റൊരു ടാങ്കിൽ വെള്ളം സംഭരിച്ചാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. ടാങ്കിന്റെ ഇടഭിത്തി മണൽചാക്ക് നിറച്ച് ബലപ്പെടുത്തിയ ശേഷം ഇന്നലെ ട്രയൽ റൺ നടത്തിയിരുന്നു. 3 തവണയായി 7 മണിക്കൂറാണ് ജലവിതരണം നടത്തുക. നേരത്തെ 2 തവണയായി 7 മണിക്കൂറാണ് ജലവിതരണം നടത്തിയിരുന്നത്. 3 തവണയായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു വരികയാണ്. ഇപ്പോൾ അതിൻ്റെ എല്ലാം, അതായത് ഇപ്പോൾ എല്ലാ ബുസ്റ്റിങ് കഴിഞ്ഞാലാണ് നമുക്ക് എവിടേക്കാണ് വെള്ളം എത്തിയത്, എവിടേക്കാണ് വെള്ളം ഇനി എത്താനുള്ളത്, അതൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇത് തുടങ്ങിയത് കൊണ്ട് നമുക്ക് എല്ലായിടത്തും ഫീൽഡും കൂടെ നോക്കണം. ഫീൽഡും കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു കോംപ്രിഹെൻസീവായിട്ടുള്ളൊരു ഇത് പറയാൻ പറ്റും. നഗരത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആലുവയിൽ നിന്നും എത്തുന്ന വെള്ളം നഗരത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തുന്നുണ്ടെങ്കിലും ഇതിന് ശക്തി പകരുന്നത് തമ്മനത്ത് നിന്നുള്ള ബൂസ്റ്റർ പമ്പിങ്ങിലൂടെയാണ്. ടാങ്ക് തകർന്നതിനെ തുടർന്ന് കൊച്ചി നഗരത്തിന്റെ 30% ഭാഗങ്ങളും ചേരാനല്ലൂരിലെ ചില പ്രദേശങ്ങളും പച്ചാളത്തും പൊന്നൂരിനിയിലും കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. താൽക്കാലികമായ സംവിധാനത്തിന് പകരം പുതിയ ടാങ്കിന്റെ നിർമ്മാണം നടത്തിയാലേ കുടിവെള്ള പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയൂ. അമൃത ന്യൂസ്, കൊച്ചി. കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുമായി കോയമ്പത്തൂർ അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലെ വിദ്യാർത്ഥികൾ കാർഷിക പ്രശ്നങ്ങളും അവബോധ ക്ലാസും സംഘടിപ്പിച്ചാണ് കുട്ടികൾ സമൂഹത്തിന് മാതൃകയായത്. കർഷക സമൂഹത്തിന്റെ ഉന്നമനത്തിനായി റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കോയമ്പത്തൂർ അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സയൻസിലെ വിദ്യാർത്ഥികളാണ് മുത്തുകൗണ്ടന്നൂർ ഗ്രാമത്തിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. അവസാന വർഷ വിദ്യാർത്ഥികളായ മേഘവർഷിനി എ, കൃഷ്ണ മഹേഷ്, സംയജ്ഞ പി, നിരഞ്ജന സി, കൃഷ്ണഭദ്ര, അരുണ VS, ദേവി ചന്ദന, ആദിത് കൃഷ്ണൻ PR, മീനാക്ഷി R, മോഹൻ A എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. മേഖലയിലെ തെങ്ങു കർഷകർക്ക് ഒരു പ്രധാന പ്രശ്നമായി മാറിയ വെള്ളീച്ച ആക്രമണം തിരിച്ചറിയുന്നതിനെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും സംയോജിത കീടനിയന്ത്രണത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ പ്രാഥമിക ലക്ഷ്യം. തെരഞ്ഞെടുത്ത തെങ്ങിൻ തോട്ടങ്ങളിൽ കീടനിയന്ത്രണ മാർഗങ്ങളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. മഞ്ഞക്കെടി സ്ഥാപിക്കുന്നതും വിദ്യാർത്ഥികൾ കർഷകർക്കായി പ്രദർശിപ്പിച്ചു. കിസാൻ കോൾ സെന്ററിനെക്കുറിച്ചും അത് കർഷകർക്ക് എങ്ങനെ സഹായകമാകുമെന്നതും വിദ്യാർത്ഥികൾ വിശദീകരിച്ചു. കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണാലിൽ, ഫാക്കൽറ്റി അംഗങ്ങളായ ഡോക്ടർ ശിവരാജ് P, ഡോക്ടർ H ശങ്കരരാമൻ എന്നിവരുടെ മാർഗനിർദ്ദേശത്തിലാണ് പ്രദർശനം നടന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കായിക വാർത്തകൾ നോക്കാം. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയുടെ പ്രഖ്യാപനം ഈ മാസം ഉണ്ടാകുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ അറിയിച്ചു. നവംബർ 25-നോ 26-നോ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് PT ഉഷ പറഞ്ഞു. ഗെയിംസ് ഇന്ത്യയിലായിരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത്. I think the same. Glasgow meet has come so sudden, so that is why most of the events were not there. But whatever it may be, I hope that our players will do good. And 2030 Commonwealth Games ka announcement, I think it will come very soon. From the public announcement will come on 25th, 26th, like that. From the Glasgow, there is a AGM there. So I'm happy that if we get it, it is a good for and it's a good inspiration for all our players. I am happy that because it's a Delhi because made all the stadium and it's not using like a proper way, and I feel so bad. But now if it is a sports city, and it means that. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് മത്സരം മറ്റന്നാൾ മുതൽ ഈഡൻ ഗാർഡനിൽ നടക്കും. ഇരു ടീമുകളും പരിശീലനം തുടങ്ങി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള
ഇന്ത്യൻ ബാറ്റിംഗ് നിര ശക്തമാണ്. അതേസമയം ബൗളിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കാണ് മുൻതൂക്കം. ആദ്യ ദിനങ്ങൾ പിച്ച് പേസർമാരെ പിന്തുണയ്ക്കും. പരിക്ക് ഭേദമായി എത്തിയ പേസർ കെഗിസോ റബാദയിലാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷ. അവസാന ദിനങ്ങൾ സ്പിന്നിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ സ്പിന്നർമാരായ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും. രണ്ടാം ടെസ്റ്റ് 22-ന് ഗുവാഹത്തിയിൽ നടക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.